നമ്മുടെ ബഹുമാന്യനായ അതിഥി ഷെയ്ഖ് ജാബിർ അവറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ നാദാപുരത്തിന്റെ മണ്ണിൽ വീണ്ടും നമുക്ക് ദീന് പറയാൻ അവസരം നൽകിയിരിക്കുകയാണ്. വളരെയേറെ സന്തോഷകരമായ ഒരു പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതെല്ലാം ഭാഗത്ത് നിന്ന് ആരെല്ലാം വികലമായ വാദങ്ങൾ അവതരിപ്പിക്കുന്നുവോ അവക്കെതിരെ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് വിഷയങ്ങൾ സംസാരിക്കുന്ന ഈ മഹത്തായ പരിപാടി ലോകത്ത് ദീനി തൽപരരായ മലയാളി സഹോദരങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ വളരെയേറെ ശ്രദ്ധയോടുകൂടി അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കുന്നതിലുള്ള ആവേശം കൊണ്ട് ഈ പരിപാടി മുഖേന, ഇതുപോലെയുള്ള പരിപാടികൾ മുഖേന ധാരാളക്കണക്കിന് ആളുകളാണ് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. എല്ലാവർക്കും അറിയാം, സന്തോഷകരമായ ഒരു കാര്യം, നാദാപുരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരിൽ തൗഹീദ് മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അപ്പുറത്തേക്ക് പോയിട്ടില്ല. അതേ അവസരത്തിൽ മറിച്ചുള്ള അനുഭവങ്ങൾ ധാരാളമാണ്. ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപക്ഷെ വേണമെങ്കിൽ ഈ സദസ്സിൽ തന്നെ ധാരാളം ആളുകൾ ഉണ്ടായേക്കും. അത് ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ഹഖിന്റെ പവറാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടുകൂടി ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ ഈ പ്രസ്ഥാനത്തെ അറിയാത്തവരില്ല. ഏത് വീടുകളിലും തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ ഒരാളെങ്കിലും ഉണ്ടാകുന്ന സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞിട്ടുള്ളവർക്കറിയാം, ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത് പുത്തൻവാദങ്ങളല്ല, മറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശുദ്ധമായ ഇസ്ലാമിന്റെ ആശയാദർശങ്ങളാണ് പഠിപ്പിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അക്രമവാസനയില്ല, കലാപവാസനയില്ല, അവരാരോടും കലാപത്തിന് കോപ്പുകൂട്ടുന്നവരല്ല എന്ന് ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്കും അറിയാം. ആ ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം നിയമം പാലിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകരായ പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയാം. ഒരു സ്റ്റേഷനിലും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു കലാപമുണ്ടാക്കിയിട്ട് ഒരു സ്റ്റേഷനിലും അവരുടെ പേരിൽ കേസുകളില്ല എന്നത് ആർക്കും അംഗീകരിക്കാവുന്ന യാഥാർത്ഥ്യമാണ്. ഈ നാദാപുരം പ്രദേശങ്ങളിൽ എന്തുകൊണ്ടോ ചില അസ്വാരസ്യങ്ങൾ നടമാടുന്നുണ്ട് എന്ന് പത്രദ്വാര പുറമേ നിന്ന് ഞങ്ങളെല്ലാം വായിക്കാറുണ്ട്. വാസ്തവത്തിൽ ഒരു നാടിനെ മുഴുവൻ ആ നിലക്ക് ജനങ്ങൾ കാണേണ്ടുന്ന ഒരവസ്ഥക്ക് കാരണമായി തീരുന്നത് ഏതാനും ചില ആളുകളായിരിക്കാം. പക്ഷേ അവരും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തുടങ്ങിയാൽ മനുഷ്യന്മാരെന്തിന് ഓരോരുത്തർക്കും അവരവരുടേതായ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തി ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ എന്തിന് കലാപമുണ്ടാക്കണം, കുഴപ്പമുണ്ടാക്കണം? അവരവരുടെ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അത് തുറന്നു പറയാനും സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിൽ ആ നിലക്ക് ജീവിക്കുവാനുള്ള അവസരമുണ്ടല്ലോ നമുക്ക് എന്ന നിലക്ക് എല്ലാവരും ശാന്തമായി, എല്ലാവരും സമാധാനമുള്ളവരായി കൊണ്ട് ജീവിക്കുക എന്നതാണ് ഏത് നാടുകളിലും എന്ന പോലെ ഇവിടെയും ഉണ്ടാകേണ്ടത്. ആ ഒരവസ്ഥയിലേക്ക് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അൽഹംദുലില്ലാഹ് ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഈ നാട് മടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കലാപങ്ങൾ ഉണ്ടാക്കുന്നിടത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്ത്
വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങൾ, ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ദൂത് പകരുന്ന, സന്ദേശം പകരുന്ന ഏറ്റവും നല്ല പ്രത്യേകമായ ദഅവത്തിന്റെ രീതി മാത്രമേ ഈ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളൂ. കാരണം ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്നത് മനുഷ്യന്റെ തലയിൽ നിന്നുണ്ടായ ഏതെങ്കിലും ധാരണകളെ മുൻനിർത്തിക്കൊണ്ടല്ല, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന അർഹമുർ റഹീമീനായ രാജാതിരാജനായ റബ്ബിന്റെ ആ നിയമാവലികളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അത് ജനങ്ങളോട് പറയുകയാണ്. മതത്തെ നിങ്ങൾ അറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ് ജനങ്ങളെ, കേട്ടുകേൾവിയിലൂടെയല്ല, ഏതെങ്കിലും പൊള്ളയായ പാരമ്പര്യങ്ങളിലൂടെയല്ല എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ആമുഖം പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹോദരങ്ങളെ, 8ാമത്തെ ഖണ്ഡന പരിപാടിയാണ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഈ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അർഹമുർ റഹീമീനായ നാഥൻ ഇനിയും ഈ ദീനിന്റെ സന്ദേശങ്ങളെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുമ്പാകെ പറയാനും അവതരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് ഇതിന്റെ സംഘാടകർക്ക്, ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, മുവഹ്ഹിദുകൾക്ക് എന്നെന്നും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കുന്നത്, ലോകത്ത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ നമുക്ക് പരലോകത്ത് രക്ഷ കിട്ടണമെങ്കിൽ നാം അനുസരിച്ച് ജീവിക്കേണ്ട പ്രമാണങ്ങൾ, ഒരു നിലക്കും കുറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത, ഒരു ബാത്തിലും കടന്നുകൂടിയിട്ടില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നിലക്കുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ്. ആ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഒന്നാമത്തെ പ്രമാണം. അത് അംഗീകരിക്കാത്ത ഒരു മുസ്ലിമീങ്ങളും ഇല്ല. തത്വത്തിലെങ്കിലും ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണമെന്ന് അംഗീകരിക്കാത്ത ആരാണുള്ളത്? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ മനസ്സിലാകണമെങ്കിൽ അത് വിശദീകരിച്ച് തരേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ. അവിടുത്തേക്ക് അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടിയും അത് തന്നെയാണല്ലോ. ഖുർആൻ പറഞ്ഞില്ലേ, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഓ നബിയേ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് എന്താണെങ്കിൽ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാനുള്ള ആ ഒരു പ്രത്യേകമായ ഉത്തരവാദിത്വം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുണ്ട് എന്ന ആശയം വരുന്ന വചനമാണത്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആൻ സ്വഹാബത്തിന് ഓതിക്കൊടുത്തിട്ടുണ്ട്, അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്ത് നന്നായി ഗ്രഹിച്ചെടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് താബിഈങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്, തബഉ താബിഈങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ തലമുറകളായി കൊണ്ട് കൈമാറി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആര് കേട്ടോ? സഹാബി കേട്ടോ. സഹാബിയിൽ നിന്ന് താബിഈ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മഹാന്മാരായ വിശ്വസ്തരായ നല്ലവരായ ആളുകളിലൂടെ കിട്ടിയത് ഏതൊക്കെയാണോ അതാണ് ദീനെന്ന്, അതാണ് മതമെന്ന് ജനങ്ങൾ മനസ്സിലാക്കുവാനും അത് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും എന്നും പാടുപെടുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതോ നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിന്റെ അതിന്റെ ആമുഖത്തിൽ തന്നെ നമുക്ക് കാണാം, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അധ്യായം കൊടുത്തില്ലേ, ബാബുൽ ഇസ്നാദി മിനദ്ദീൻ. ദീൻ എന്ന് പറയുന്നത് അൽ ഇസ്നാദു മിനദ്ദീനി, പരമ്പര, സനദ്, അത് ദീനിൽപ്പെട്ടതാണ്. വലൗലൽ ഇസ്നാദ്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ളയെ പോലെയുള്ള പ്രഗൽഭരായ ആളുകളിൽ നിന്നുള്ള റിപ്പോർട്ട് നമുക്ക് കാണാം. വലൗലൽ ഇസ്നാദു, ഇങ്ങനെ പരമ്പരയിലൂടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരു വിശ്വാസകാര്യം നമുക്ക് കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ കർമ്മപരമായ ഒരു കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആര്